അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് പരിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാനും തുടർന്ന് ഈ ധ്യാനം നയിക്കുവാനും ദൈവം ഒരവസരം എനിക്ക് ഒരുക്കി തന്നതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കൂടാതെ ഈ അവസരത്തിൽ പരുമല സെമിനാരി മാനേജറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഔഗേൻ റമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ഭക്തിയാദരവും അറിയിക്കുന്നു. പൈൻ മരങ്ങൾ 1000 സംവത്സരം ജീവിച്ചിരുന്നേക്കാം, എന്നാൽ ഒരു ദിവസം മാത്രം പ്രായമുള്ള ലില്ലി പുഷ്പങ്ങളാണ് അനേകർക്ക് സൗരഭ്യം പകരുന്നത്. പരിശുദ്ധ ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ലോകത്തിന് സമ്മാനിച്ച മലങ്കരയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധൻ, മേൽപ്പറഞ്ഞ മഹൽ വചനം തൻ്റെ ചെറിയ ജീവിതം കൊണ്ട് അനർത്ഥമാക്കിയ പരിശുദ്ധ വ്യക്തിത്വമായിരുന്നു. ഹൃദയ നിർമ്മലതയും കാപട്യരഹിതമായ ഭക്തിജീവിതവും നിഷ്ഠയുള്ള പ്രാർത്ഥനാ ജീവിതവും കൊണ്ട് നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിൻ്റെ ഉപമയായിരുന്നു ഈ പരിശുദ്ധ പിതാവ്. ജീവിതം ജീവനേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം നമുക്ക് ഏവർക്കും മാതൃകയാണ്. സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമായ ഒരു ജീവിതം. പരുമല ദ്വീപിൻ്റെ ഏകാന്തതയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ലോകത്തിനായി ഉണർന്നിരുന്ന എല്ലാ യാമങ്ങളെയും തൊട്ടറിഞ്ഞ തിരുമേനി, പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിൻ്റെ ആശ്രയവും വാർദ്ധക്യത്തിലെ സഹായവുമാണെന്ന് ജീവിതം കൊണ്ട് വരച്ച് കാട്ടുകയായിരുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയ പരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗലിസ്തയുടെ പുസ്തകം 14-ാം അധ്യായം 17-18 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എവൻഗലിസ്തയുടെ പുസ്തകം 14-ാം അധ്യായം 17-18 വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങി. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങി. പരിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്തായുടെ സുവിശേഷത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ ഇസ്രായേലിൻ്റെ രക്ഷകനായും മാനവരാശിയുടെ രക്ഷകനായും വിവരിക്കുന്ന ഒരു സുവിശേഷമാണ് ഇത്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം
ദരിദ്രരോടുള്ളതായ സുവാർത്തയാണ്. ദരിദ്രരെ പ്രത്യേകം കരുതുന്ന ദൈവമാണ് ഈ സുവിശേഷത്തിൽ. സമൂഹത്തിലെ നിന്ദിതർക്കും അവഗണിക്കപ്പെട്ടവർക്കും ആലംബഹീനർക്കും ദൈവ കരുതൽ ഉണ്ട് എന്ന് ഈ സുവിശേഷത്തിൽ വ്യക്തമാകുന്നു. ദൈവത്തിൻ്റെ പാപമോചനം സാർവത്രികമാണെന്ന വലിയ സത്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ സുവിശേഷം. ദൈവസ്നേഹം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന വിവരണ രീതിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ബഹുമാന്യനായ തെയോഫിലോസിനാണ് ഈ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പക്ഷേ തെയോഫിലോസിൽ കൂടി ലൂക്കോസ് കാണുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗമിച്ച യഹൂദരായ അനേകരെയാണ്. അവരിൽ പലരും വിജാതിയരിൽ നിന്ന് സഭയിലേക്ക് ചേർന്നവരായിരുന്നു. ഈ സുവിശേഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നതായി വ്യക്തമാകുന്നുണ്ട്. ഒന്നാമതായി, ഫോർ ലൂക്ക് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഗുഡ് ന്യൂസ്. ലൂക്കോസ് എവൻഗലിസ്തായെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ വരവ് ഒരു സുവാർത്തയാണ്. ആൻഡ് ഹിസ് ഗോസ്പൽ ഈസ് വൺ ഓഫ് ജോയ്. സന്തോഷത്തിന്റെ ഒരു സുവിശേഷമാണിത്. രണ്ടാമതായിട്ട്, ലൂക്ക് ഈസ് എ ഗോസ്പൽ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ആത്മാവ് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നതായും ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങുന്നതായും ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. മൂന്നാമതായി, ലൂക്ക് ഈസ് എ ഗോസ്പൽ ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒരു സുവിശേഷമാണിത്. പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒരു സുവിശേഷമാണിത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലൂടെ കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഇവിടെയെല്ലാം പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഈ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. ലൂക്കോസ് എവൻഗലിസ്തായുടെ പുസ്തകം 14-ാം അധ്യായം ദൈവരാജ്യത്തെ പറ്റി വിവരിക്കുന്നു. ദൈവരാജ്യത്തെ പറ്റി വിവരിക്കുന്ന ഒരു അധ്യായമാണത്. ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അനുദപിച്ചാൽ അതിൽ പ്രവേശിക്കാമെന്നും യേശു തമ്പുരാൻ ഈ അധ്യായത്തിലൂടെ നമ്മെ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹ സംരക്ഷണം തുടർന്നിട്ടും ഇസ്രായേലിന്റെ നേതാക്കന്മാർക്കും ജനതയ്ക്കും മാറ്റമില്ല എന്ന് സ്പഷ്ടമാക്കുന്ന സംഭവങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ രോഗശാന്തിയും ഉപമകളിൽ ഉപദേശവും യേശു തമ്പുരാൻ നൽകുന്നു.
പല വിരുന്ന് വേളകളിൽ യേശു ക്രിസ്തു നൽകിയതായ ഉപദേശങ്ങൾ, ഉപമകളിൽ യേശു തമ്പുരാൻ പല വിരുന്ന് വേളകളിൽ നൽകിയതായ ഉത്ബോധനങ്ങൾ ഒരുമിച്ച് ചേർത്താണ് ലൂക്കോസ് ഏവൻഗേലിസ്ത ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. 14 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ 3 ഉപവിഭാഗങ്ങളായി തിരിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് മഹോദര രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം. 14 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ജീസസ് ഹീൽസ് എ സിക്ക് മാൻ. ശാബത്തിൽ യേശു നടത്തുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ രോഗശാന്തിയും അതിനെ ചൊല്ലിയുള്ള വിവാദവുമാണ് ഇവിടെ വിവരിക്കുന്നത്. ശാബത്ത് ദിവസത്തിലെ സുന്നഗോഗ് ശുശ്രൂഷയ്ക്ക് ശേഷം യേശു തമ്പുരാൻ പരീശനായ ഒരു പ്രമുഖന്റെ വീട്ടിൽ വിരുന്നിന് പോയി. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചിരുന്ന പരീശന്മാരും സാദൂക്യരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ മഹോദര രോഗം ബാധിച്ച ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. മഹോദര രോഗം അശുദ്ധിയുടെയും അധാർമികതയുടെയും അടയാളമെന്ന് യഹൂദർ കരുതി. യേശു അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരോടും സാദൂക്യരോടും 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, ശാബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. ശാബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിക്കുന്നു. അവർ മിണ്ടാതിരുന്നു. പിന്നെയും യേശു തമ്പുരാൻ പരീശന്മാരോടും സാദൂക്യരോടും ചോദിച്ചു, നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശാബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ? ആ ചോദ്യത്തിന് പ്രത്യുത്തരം പറയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഈ 2 ചോദ്യങ്ങൾക്കുമിടയ്ക്ക് മഹോദര രോഗിക്ക് യേശു തമ്പുരാൻ സൗഖ്യം നൽകുകയാണ്. രണ്ടാമതായിട്ട് 14 അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിഥികൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതായി, ഉപദേശം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഹ്യൂമിലിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റിയെ പറ്റി യേശു തമ്പുരാൻ സംസാരിക്കുകയാണ്. വിരുന്ന് വേളകളിൽ പരീശന്മാരും സാദൂക്യരും പ്രധാന സ്ഥാനങ്ങൾ തേടുന്നവരായിരുന്നു. അതിന് യേശു തമ്പുരാൻ അവരെ വിമർശിക്കുകയാണ്. പരീശന്മാര് എവിടെയും പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ വ്യഗ്രത കാട്ടിയിരുന്നു. പ്രധാന ഇരിപ്പിടങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം അപമാനത്തിന് കാരണമാകുമെന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ അവസാനത്തെ ഇരിപ്പിടങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുന്നവരെ ആതിഥേയൻ മുഖ്യ ഇരിപ്പിടങ്ങളിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. സ്വയം എളിമപ്പെടുത്താത്തവരെ വിരുന്ന് നൽകുന്ന ആൾ എളിമപ്പെടുത്തുമെന്നും അങ്ങനെ അപമാനിതരാകുമെന്നും ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. വിരുന്നിന്റെ സന്തോഷം നഷ്ടമാകാതിരിക്കുവാനും അത് വിരുന്നുകാർ പരസ്പരം പകരാനും അവർ പെരുമാറേണ്ട വിധം യേശു തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്.
മൂന്നാമതായിട്ട് 14 അധ്യായത്തിന്റെ 12 വാക്യം താഴോട്ടുള്ള വാക്യങ്ങളിൽ അതിഥേയന് യേശു ഉപദേശം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എളിയവർക്കാണ് ദൈവരാജ്യം ദൈവം നൽകുക. അതാണ് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ പ്രത്യേകത. ഈ സത്യം പഠിപ്പിക്കുകയാണ് ആതിഥേയനുള്ളതായ ഉപദേശത്തിൽ. അതിഥിക്കുള്ള ഉപദേശത്തിന് ശേഷം യേശു തമ്പുരാൻ ആതിഥേയന്റെ നേരെ തിരിയുകയാണ്. വിരുന്നിന് ദരിദ്രരെ ക്ഷണിക്കണമെന്നാണ് യേശു തമ്പുരാൻ നിർദ്ദേശിക്കുന്നത്. സദ്യയ്ക്ക് പകരം സദ്യയ്ക്ക് വിളിക്കാൻ കഴിവുള്ളവരെ വിരുന്നിന് വിളിക്കരുത് എന്ന് യേശു തമ്പുരാൻ കൽപ്പിക്കുന്നു. 14 അധ്യായം 12 വാക്യത്തിൽ, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. അന്യന്റെ വേദനയിലും വിഷമതയിലും സഹതാപവും ദുഃഖവും നാം പ്രകടിപ്പിക്കാറുണ്ട്. അതൊരു സിമ്പതി മാത്രമാണ്, അയ്യോഭാവം. ഇത് ശാശ്വതവും സമഗ്രവും ദൈവീകവും അല്ല. എന്നാൽ എമ്പതി എന്ന് പറയുന്നത്, അതായത് മനസ്സലിവ്, ആർദ്രത എന്നുള്ളത് ആഴത്തിൽ ഉളവാകുന്നതും ദൈവീക സ്നേഹത്തിന്റെ പ്രതിഫലനവുമാണ്. ഈ ഒരു എമ്പതി, ഒരു മനസ്സലിവാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകേണ്ടത് ഭക്ഷണം ഉള്ളവന്റെ ചുമതലയാണ്. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം നൽകേണ്ടത് ഭക്ഷണം ഉള്ളവന്റെ ചുമതലയാണ്. അതവന്റെ കർമ്മമാണ്, അതവന്റെ കർത്തവ്യമാണ്. ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, The question of bread for myself is a material question, but the question of bread for my neighbor is a spiritual and religious question. എൻ്റെ ഭക്ഷണകാര്യം എനിക്കൊരു ഭൗതിക പ്രശ്നമാണ്, പക്ഷേ എൻ്റെ അയൽക്കാരൻ്റെ ഭക്ഷണകാര്യം ഒരു ആധ്യാത്മികവും മതപരവുമായ പ്രശ്നം കൂടിയാണ്. ആകയാൽ പട്ടിണിക്കാരൻ്റെ വിശപ്പിനും ദാഹത്തിനും ശമനം വരുത്തുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കർത്താവ് പറയുന്നത്, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. എന്താണ് കർത്താവ് നമ്മെ ഇതിലൂടെ മനസ്സിലാക്കുന്നത്? വിരുന്നിന് പ്രതിഫലം ഇച്ഛിക്കുവാൻ പാടില്ല. സഹഭോജനം പരസ്പര സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും അടയാളമാണ്. അത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലുള്ള ഒരു ചടങ്ങ് ആകാൻ പാടില്ല. ദൈവത്തിന്റെ പ്രവർത്തന ശൈലി കണ്ട് മാനസാന്തരപ്പെടുവാൻ യേശു തമ്പുരാൻ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. പകരം വിളിക്കാൻ കഴിയാത്തവർക്ക് വിരുന്ന് നൽകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്നേഹം പ്രകടമാകുക. ദൈവത്തിന്റെ സ്നേഹം അവിടെയാണ് പ്രതിഫലിക്കുക. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട വാക്യമാണ് 14 അധ്യായം 17, 18 വാക്യങ്ങൾ. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ചു, ആ ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു.
എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവുകൾ പറഞ്ഞു തുടങ്ങി. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ പലരും വിമുഖത കാട്ടുന്നു എന്ന സൂചന ഈ ഉപമയിൽ കൂടി നമുക്ക് ലഭിക്കുകയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈ ഉപമ അല്പസ്വല്പം വ്യത്യാസങ്ങളോടെ പ്രതിപാദിച്ചിട്ടുണ്ട്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഓരോരോ ഒഴിവുകഴിവുകൾ നൽകുന്നതായി ലൂക്കോസ് എവൻഗേലിസ്ത രേഖപ്പെടുത്തുമ്പോൾ ഒരു സമാധാനവും പറയാതെ വിരുന്ന് നിരസിക്കുന്നവരെയാണ് മത്തായി ശ്ലീഹ ചൂണ്ടിക്കാട്ടുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെ നിരസിച്ച ഇസ്രായേൽക്കാർക്കുള്ള ഒരു വാണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു താക്കീതാണ് ഈ ഉപമ. ഇസ്രായേൽക്കാർ തിരസ്കൃതരാകാൻ കാരണം ദൈവത്തിൻ്റെ ക്ഷണം നിരസിച്ചതും യേശുവിനോട് കഠിനമായി വർത്തിച്ചതുമാണ്. ദൈവരാജ്യം അനുഭവിക്കുവാൻ ദൈവം നൽകുന്നതായ ക്ഷണം സ്വീകരിക്കണം. ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞ് വിരുന്നിന് സമയമാകുമ്പോൾ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് വിരുന്നിന് സംബന്ധിക്കാതിരിക്കരുത്. ഒരു വിരുന്നിലേക്കുള്ള ക്ഷണം തികച്ചും സ്വാഗതാർഹമാണ്. അതേവരും സന്തോഷപൂർവം സ്വീകരിക്കും. പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ നമ്മെ ക്ഷണിച്ചാൽ അത് അഭിമാനമായി നാം കരുതും. ഇവിടെ ധനവാനായ ഒരു മനുഷ്യൻ കുറച്ചുപേരെ ക്ഷണിക്കുന്നു. വിരുന്ന് തയ്യാറായതിനു ശേഷം അയാളുടെ ഭൃത്യൻ മുഖാന്തരം വീണ്ടും അവരെ ക്ഷണിക്കുകയാണ്. പക്ഷേ അവർ ഓരോരുത്തരും ക്ഷണം നിരസിക്കുകയാണ്. മാത്രമല്ല അതിന് ചില ന്യായീകരണങ്ങൾ കൂടി അവർ ഉന്നയിക്കുകയാണ്. മനുഷ്യൻ പണ്ട് മുതലേ ന്യായീകരണത്തിന് വളരെ മുന്നിലാണ്. ആദമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. അവർക്ക് തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെ ഒഴിച്ച് ബാക്കി വൃക്ഷത്തിന്റെ എല്ലാ ഫലങ്ങളും കഴിക്കുവാൻ യഹോവയായ ദൈവം അനുവാദം കൊടുത്തു. ആദമിന്റെ അസാന്നിധ്യത്തിൽ പിശാച് വന്ന് ഹവ്വയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഹവ്വ ആ ഫലം പറിച്ച് ആദത്തിനും നൽകുന്നു. വൈകുന്നേരം യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ആദമിനോട് ചോദിച്ചു, നീ കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞ കനി നീ തിന്നുവോ? നീ കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞ കനി തിന്നുവോ? അതിന് ആദത്തിന്റെ മറുപടി ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ ആദാം തെറ്റ് സമ്മതിക്കാതെ അതിനെ ന്യായീകരിക്കുകയാണ്. നീയാണ് എനിക്ക് കൂട്ടാളിയെ തന്നത്, ആ കൂട്ടാളിയാണ് എനിക്ക് ഫലം തന്നത്, അതുകൊണ്ട് തെറ്റ് ചെയ്തത് ഞാനല്ല നീയാണ് എന്നാണ് അവിടെ ആദാം സമർത്ഥിക്കുന്നത്. അതിനുശേഷം ഹവ്വയോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പാമ്പ് എന്നെ വഞ്ചിച്ചു,
ഞാൻ തിന്നുപോയി എന്ന് പറഞ്ഞു. The snake tricked me into eating it. പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. അവിടെയും ഹവ്വയും ന്യായീകരണം ഉന്നയിക്കുന്നു. പാമ്പാണ് എന്നെ വഞ്ചിച്ചത്. പാമ്പിനെയും സകല ജീവജാലങ്ങളെയും നിർമ്മിച്ചത് നീയാണ്. അവിടെയും തെറ്റുകാരൻ ദൈവമാണ്. തെറ്റുകൾ സമ്മതിക്കാതെ അതിനെ ന്യായീകരിക്കുവാൻ നാം തുനിയരുത്. അത് ദൈവഹിതത്തിന് വിപരീതമാണ്. തെറ്റുകൾ സമ്മതിച്ച് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. മറ്റുള്ളവരെ ന്യായീകരിക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നാം ചെയ്ത തെറ്റിനെ ഓർക്കുക. എന്നിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ ന്യായീകരിക്കുവാൻ ഞാൻ യോഗ്യനാണോ, ഞാൻ യോഗ്യതയുള്ളവളാണോ എന്ന്. നാം ഒരു വിധികർത്താവാകരുത്. വിധിക്കുന്നവൻ ദൈവമാണ്. ആ ജോലി നാം ഏറ്റെടുക്കരുത്. അത് നമ്മെ തളർത്തിക്കളയും, തകർത്തുകളയും എന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ യേശു തമ്പുരാൻ ഒരു ഉപമ പറയുകയാണ്. ദൈവരാജ്യ അനുഭവത്തിന്റെ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ദൈവമേവരെയും വിളിക്കുന്നുവെങ്കിലും അത് നിരസിച്ച് നാശത്തിലേക്ക് പോകുന്നവർ ഉണ്ട് എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് ഈ ഉപമയിൽ കൂടി ചെയ്യുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായി, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ വിരുന്നിന്റെ അനുഭവമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ വിരുന്നിന്റെ അനുഭവമാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എ ഹെവൻലി ഫീസ്റ്റ്. ദൈവരാജ്യത്തെ ഒരു വലിയ വിരുന്നിന്റെ അനുഭവത്തിലേക്ക് ഇവിടെ ചിത്രീകരിക്കുകയാണ്. ആ വിരുന്ന് നിരസിക്കുന്നവർക്ക് അതിൽ പങ്കാളിയാകുവാൻ കഴിയുകയില്ല. ആ വിരുന്ന് നിരസിക്കുന്നവർക്ക് അതിൽ പങ്കാളിയാകുവാൻ കഴിയുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 13:29 കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. വീണ്ടും കാണുന്നു ലൂക്കോസ് എവൻഗേലിസ്തയുടെ പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. How happy are those who will sit down at the feast in the kingdom of God. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതൊരു വലിയ ഭാഗ്യാവസ്ഥയാണ്. ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നതല്ല ഭാഗ്യാവസ്ഥ. ഈ ലോക ജീവിതത്തിൽ എത്രമാത്രം നാം സമ്പാദിച്ചാലും അതെല്ലാം താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികൾ കണ്ടെത്തി അവിടേക്ക് യാത്ര ചെയ്ത് സ്വർഗരാജ്യത്തിലെ ഭക്ഷണം ആസ്വദിക്കുവാനായിട്ട് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ദൈവത്തിലുള്ളതായ സഹവാസം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള സഹവാസം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. സ്നേഹത്തിലൂടെയുള്ള ജീവിതം നയിക്കുന്നവർ ദൈവരാജ്യ അനുഭവത്തിലാണ്. അത് നമ്മുടെ ഇടയിൽ ആയിരിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ദൈവരാജ്യ അനുഭവം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും
സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഈ ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ അവരുടെ ഇടയിൽ, അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവരുടെ ഇടയിൽ കുടികൊണ്ടു. ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതായ ഐക്യബോധം അവരിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവർ ഒന്നിച്ചുകൂടി ഈ ഫെലോഷിപ്പ് ആചരിക്കുവാനായിട്ട് ഇടയായത്. ആകയാൽ ക്രിസ്തുവിൽ വളരുവാനായിട്ട് അപ്പോസ്തലന്മാർക്ക് സാധിച്ചു. ഇന്നത്തെ കൂട്ടായ്മകളൊക്കെ നാമമാത്ര കൂട്ടായ്മകളായി ചുരുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരസ്പരം കാണുവാനും കുശലം പറയുവാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാനുമുള്ള വേദികളായി കൂട്ടായ്മകൾ ആയിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും അത് എത്രമാത്രം അർത്ഥവത്താകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ യഥാർത്ഥമായി വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിനോട് ഒന്നിച്ച് സംസർഗം പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ളതായ ഐക്യബോധം നമ്മിൽ ഉണ്ടോ? ദൈവവുമായുള്ള അടുപ്പത്തിൽ നാം മുൻഗണന കൊടുക്കാറുണ്ടോ? ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കുക. മുന്നമേ നാം ദൈവത്തെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. ആദിമ സഭയിലുണ്ടായിരുന്ന ദൈവീക ചൈതന്യം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവത്തെ മുന്നമേ അറിയുവാനുള്ളതായ തീക്ഷ്ണതയുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ അനുപമമായ അനുഗ്രഹം നേടുന്നതിന് ഒരുവൻ തൻ്റെ ധനവും സുഖസൗകര്യങ്ങളും ബന്ധങ്ങളുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിത സമർപ്പണം അത്യന്താപേക്ഷിതമാണ്. സമ്പൂർണമായ നിരന്തരമായ സമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അടിയന്തര വിലപേശൽ തന്നെ നടത്തേണ്ടി വരും. കാരണം പ്രതിഫലം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കാൻ ലോകത്തെയും ലോക സുഖങ്ങളെയും ത്യജിക്കേണ്ടി വരും. ഇപ്രകാരം നാം ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മിൽ തൃപ്തിയാണ് ഉണ്ടാകുന്നത്. നാം ദൈവരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നല്ല പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിലെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ ദൈവജനമാണ് നാം ഓരോരുത്തരും. സ്വർഗരാജ്യത്തിലെ വിരുന്നിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ ക്ഷണം നാം സ്വീകരിക്കുന്നുണ്ടോ? ആ ഉപമയിൽ നാം മനസ്സിലാക്കിയ ക്ഷണിതാക്കളെ പോലെ നിസാര കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ ക്ഷണം നാം നിരസിക്കാറുണ്ടോ? പാടത്തും കച്ചവട സ്ഥലത്തും പോകുവാൻ വേണ്ടിയാണ് രാജാവിൻ്റെ ക്ഷണം അവർ നിരസിച്ചത്. ക്ഷണം നിരസിക്കുന്നതിന് എല്ലാവർക്കും താന്താങ്ങളുടേതായ കാരണങ്ങളുണ്ട്. എന്നാൽ നാം ഓർക്കണം, ആ ക്ഷണം നിരസിച്ചാൽ പിന്നീട് ഒരവസരം കിട്ടി എന്ന് വരികയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷണത്തെ നാം നിരസിക്കരുത്. ചിലരെ സംബന്ധിച്ച് അവരുടെ ധനം പ്രധാനപ്പെട്ടതാണ്,
ചിലരെ സംബന്ധിച്ച് വസ്തുവകകൾ പ്രധാനപ്പെട്ടതാണ്. സ്നേഹിതരെ, സ്വർഗീയ വിരുന്നിൽ നിന്നും നമ്മെ അകറ്റുന്നതും ഇത്തരം കാര്യങ്ങളാണ്. നമ്മുടെ വ്യാപാരങ്ങളും പ്രവൃത്തി പദ്ധതികളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബാധ്യതകളുമെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളത് നാം മറന്നു പോകരുത്. എല്ലാറ്റിനും ഉപരി ദൈവത്തിൽ ശരണപ്പെടണം. ദൈവാശ്രയത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കണം. ദൈവത്തിന്റെ ക്ഷണം നിരസിക്കാതെ ആ ക്ഷണത്തെ നാം സ്വീകരിക്കണം. പരിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും ഈ ഉപമ നാം കാണുന്നുണ്ട്. അവിടെ ഒരു രാജാവ് തൻ്റെ മകന്റെ വിവാഹത്തിനു വേണ്ടി വിരുന്നിന് ക്ഷണിക്കുന്നതായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ ഭൃത്യന്മാർ മൂലം ക്ഷണം നടത്തിയിരുന്നു. പ്രവാചകന്മാർ നിർവഹിച്ചതായ ദൗത്യവും അതുതന്നെയാണ്. ആദിമകാലത്ത് യഹോവയായ ദൈവം തൻ്റെ സന്ദേശങ്ങളും ആശയങ്ങളും പ്രവാചകന്മാരിൽ കൂടിയാണ് ജനത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെ മഹാരാജാവായ ദൈവം തൻ്റെ ഭൃത്യന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം വിരുന്നിന് നമ്മെ ക്ഷണിച്ചു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ, നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശ നിലം ഉഴുവീൻ, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ആദ്യമായി വേണ്ടത് തരിശും ശൂന്യവുമായ നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിയെ നാം ഉഴണം. അതിനുശേഷം നീതി വിധിക്കണം. അപ്പോൾ ദയ കൊയ്യാം. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. ഇത് യഹോവയായ ദൈവം ഹോശേയ പ്രവാചകൻ മുഖാന്തരം ജനത്തെ ക്ഷണിച്ചതാണ്. ദൈവം നമ്മെ ക്ഷണിക്കുന്നതിന് ഉദാഹരണമായി യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവീൻ. ഇറ്റ്സ് എ കോൾ ടു റിപ്പന്റൻസ്. അനുതാപത്തിലേക്കുള്ളതായ ഒരു വിളിയാണിത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിങ്കലേക്ക് തിരിയണം. പഴയ നിയമകാലത്ത് വിലാപത്തോടുകൂടെ ഇരിക്കുന്നത് വസ്ത്രം കീറി ചാരത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളെ കീറിയാൽ പോരാ, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി രൂപാന്തരം പ്രാപിക്കണമെന്നാണ്. കരച്ചിലോടുകൂടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എങ്കിലേക്ക് തിരിയുവാനായിട്ട് കഴിയും. ഇത് യഹോവയായ ദൈവം യോവേൽ പ്രവാചകൻ മുഖാന്തരം നമ്മെ ക്ഷണിച്ചതാണ്. ദൈവം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പാപം ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കുവാൻ അനുവദിക്കുന്നില്ല. ദൈവം നമ്മിലേക്ക് അടുക്കുന്തോറും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ പാപം ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ നമ്മെ സമ്മതിക്കുന്നില്ല. ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു രൂപാന്തരമാണ്. അന്ധകാര ലോകത്തിൽ നിന്നും മടങ്ങി ക്രിസ്തുവാകുന്ന സത്യവെളിച്ചത്തിൽ നാം ആയിത്തീരണം. എന്നാലേ മാനസാന്തരം പൂർണ്ണമാവുകയുള്ളൂ. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കണം. ആയതിലൂടെ രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മക്കളായ നാം നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ മരിക്കും.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നാം ജീവിക്കും. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായതിനാൽ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ കൂടെ നൽകിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ശുദ്ധിയുള്ളവരാക്കും. അങ്ങനെ പശ്ചാത്താപത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നതിലൂടെ യഹോവയായ ദൈവം നമ്മെ തന്റെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ആ വിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്കും ആ വിരുന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ആമോസ് പ്രവാചകൻ മുഖാന്തരം നമ്മെ ക്ഷണിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. എല്ലാറ്റിനും അവസാനം അവിടുത്തെ പുത്രൻ മുഖാന്തരം എല്ലാം തയ്യാറായിരിക്കുന്നു, വരുവീൻ എന്നുള്ള ക്ഷണം എത്തിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വിളി എന്നത് പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. യേശുക്രിസ്തു നമ്മെ ക്ഷണിച്ചതിന് ഉദാഹരണമായിട്ട് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വിളിയുടെ ശബ്ദമാണിത്. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലുമൊക്കെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്തയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യം, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ള ഉള്ളവരുടേതല്ലയോ. ശിശുക്കളെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ വാക്യത്തിലൂടെ നാം കാണുന്നത്. വീണ്ടും മർക്കോസ് എവൻഗേലിസ്തയുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇവയെല്ലാം ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നതിന് ഉദാഹരണങ്ങളാണ്. ഈ വിളി സാർവത്രികമാണ്. വിവേചനങ്ങൾ ഒന്നും കൂടാതെ സകലരെയും ക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. അവിടുത്തെ ക്ഷണം ഒരു പ്രാവശ്യമല്ല, അത് ആവർത്തിക്കപ്പെടുന്നതായി കാണാം. അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി യേശു തമ്പുരാൻ നമ്മെ വിളിക്കുന്നു. ആ വിളി നിരസിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നാം ചിന്തിക്കണം, ദൈവത്തിന്റെ വിളിയെ നാം നിരസിക്കുകയാണെങ്കിൽ ദൈവം നമ്മയും നിരസിക്കും. ബ്രിട്ടനിലെ രാജ്ഞി ഔദ്യോഗിക ഡിന്നറിന് അതിഥികളെ ക്ഷണിക്കുന്നതിന് മുമ്പ് അവർ ആ ക്ഷണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് സ്വകാര്യമായി അന്വേഷിക്കും. സ്വീകരിക്കുമെങ്കിൽ മാത്രമേ ക്ഷണക്കത്ത് അയക്കാറുള്ളൂ. അത് രാജ്ഞിയുടെ സ്ഥാനത്തിന് ഹാനി വരാതിരിക്കാനാണ്. എന്നാൽ സ്വർഗീയ രാജാവായ യേശു സ്നേഹസമ്പൂർണനാകിയാൽ വ്യവസ്ഥ കൂടാതെ നമ്മെ ക്ഷണിക്കുകയാണ്. വ്യവസ്ഥ കൂടാതെ നമ്മെ ക്ഷണിക്കുന്ന ദൈവമുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ദൈവരാജ്യം ഒരു വലിയ വിരുന്നിൻ്റെ അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കി. സ്നേഹത്തിലുള്ള ജീവിതം നയിക്കുന്നവർ ദൈവരാജ്യ അനുഭവത്തിലാണെന്ന് നാം മനസ്സിലാക്കി. ദൈവം തൻ്റെ ഭൃത്യന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം വിരുന്നിന് നമ്മെ ക്ഷണിക്കുന്നതായിട്ട് സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കി. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും
ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവ യോവേൽ പ്രവാചകൻ മുഖാന്തരം നമ്മെ ക്ഷണിക്കുന്നതായിട്ട് ഈ ധ്യാനത്തിലൂടെ നാം മനസ്സിലാക്കും. അടുത്തതായിട്ട് ക്ഷണം നിരസിച്ചവരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ക്ഷണിക്കപ്പെട്ടവരാകട്ടെ ക്ഷണം ഗണ്യമാക്കിയില്ല എന്ന് പറയുന്നു. ക്ഷണത്തെ അവർ നിസ്സാരമായിട്ട് കരുതി. സ്വന്തം താല്പര്യങ്ങൾക്കായി മാറിപ്പോയി നിരസിച്ചതിന് ചില ന്യായങ്ങളും അവർ ഉന്നയിക്കുകയാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നാം ചില ന്യായീകരണങ്ങൾ കൊണ്ടുവരാറുണ്ട്. ആദമിനോട് നീ ഫലം തിന്നുപോയെന്ന് ചോദിച്ചപ്പോൾ നീ എനിക്ക് തുണയായി തന്ന സ്ത്രീ ഫലം പറിച്ചു തന്നു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞതും, ഹൗവ പാമ്പെന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞതും ന്യായീകരണങ്ങളാണ്. യോനാ പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയക്കുന്നു. യോന തർസീസിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് കടൽ കോപിക്കുന്നു. യോനയെ കടലിൽ ഇടുകയും മത്സ്യം യോനയെ വിഴുങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രവാചകൻ നിനവാ നഗരത്തിൽ ചെന്ന് എല്ലാവരും അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദൈവം നിനവയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അവര് അത് കേട്ട് അനുസരിച്ചു. നിനവ പട്ടണത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നി. നിനവയെ യഹോവയായ ദൈവം രക്ഷിച്ചു, നശിപ്പിച്ചില്ല. അപ്പോൾ യോനാ പ്രവാചകൻ താൻ തർസീസിലേക്ക് പോയതിനെ ന്യായീകരിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ തർസീസിലേക്ക് പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ തർസീസിലേക്ക് പോയത്. പ്രവാചകൻ തർസീസിലേക്ക് പോയതിനെ ന്യായീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ന്യായീകരണങ്ങൾ നടത്താറുണ്ട്. കള്ളം പറഞ്ഞാലും, മറ്റുള്ളവരെ ദ്രോഹിച്ചാലും, മറ്റുള്ളവരെ പരിഹസിച്ചാലും, അവരുടെ കുറ്റം പറഞ്ഞാലും നാം ന്യായീകരണങ്ങൾ പറയാറുണ്ട്. ഈ ന്യായീകരണങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുവാനും ദൈവത്തിന്റെ ക്ഷണം നിരസിക്കുവാനും തക്കവണ്ണം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനൊരു നിലം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് പോയി അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നിലം വാങ്ങുന്നതും അതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും തെറ്റാണോ? നിലവും ഭൗതിക സമ്പത്തും തിന്മയാണെന്ന് ഒരിക്കലും ക്രിസ്തുമതം പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിന് അത് ആവശ്യം തന്നെയാണ്. നിലങ്ങളിൽ ശ്രദ്ധ വെച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവയിൽ നിന്നും വിളവിക്കുന്നത് ഇന്നത്തെ ആവശ്യമാണ്. വിളഭൂമി തരിശഭൂമിയായി ഇടാതെ അനുയോജ്യമായ വിളവുകൾ ഉൽപ്പാദിപ്പിക്കുക തന്നെ വേണം. ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളും നേട്ടങ്ങളും ഇക്കാര്യത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. പിന്നെ എന്താണ് മുകളിൽ പറഞ്ഞ ആളിന്റെ കുറ്റം? നിലങ്ങൾ വാങ്ങുന്നതോ കൃഷി ചെയ്യുന്നതോ അല്ല കുഴപ്പം. ഏതിന് മുൻഗണന കൊടുക്കുന്നു എന്നതാണ്. ദൈവത്തിനും ദൈവരാജ്യത്തിനും നൽകേണ്ട മുൻഗണന ഭൗതിക സമ്പത്തുകൾക്ക് നൽകി എന്നതാണ് തെറ്റ്. സമ്പത്ത് ഇല്ലാത്തവരുമായി സമ്പത്തുള്ളവർ പങ്കുവെക്കണം
ഇല്ലാത്തവരുമായി പങ്കുവെക്കുമ്പോഴാണ് സമ്പത്ത് ധന്യത പകരുന്നത്. ദാനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത്. അധിക ധനമല്ല, ഔദാര്യമുള്ള ഹൃദയമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുവാൻ എന്തെങ്കിലും എപ്പോഴും കൈവശമുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി നാം ദൈവരാജ്യത്തിന് അവകാശികളായി മാറും. വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്തയുടെ പുസ്തകം 12-ാം അധ്യായം 20-21 വാക്യത്തില് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ വിളവും വസ്തുവകയും കൂട്ടിവെച്ചു. അവൻ സ്വയം നിരൂപിച്ച്, എനിക്ക് വളരെ കാലത്തേക്കുള്ള ധാന്യങ്ങളുണ്ട്, അതുകൊണ്ട് ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവം അവനോട് പറയുന്നു, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ദൈവത്തെക്കാൾ ഉപരിയായി വസ്തുവകകളിൽ ആശ്രയിക്കുകയും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിനുള്ള അപകടമാണ് ഈ മനുഷ്യന്റെ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല എന്ന് കാണുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ഭൂമി അനുഭവം തരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ ആലയം ശൂന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും യഹോവയെ അന്വേഷിപ്പാനോ ആരാധിപ്പാനോ സമയമില്ല. ചിലർ ജോലി മൂലമാകാം, മറ്റു ചിലർക്ക് വീട്ടിലെ കാര്യങ്ങൾ കൊണ്ടാകാം. നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന യഹോവയായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. രണ്ടാമതായിട്ട് ലൂക്കോസ് എവൻഗലിസ്തയുടെ പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ 5 ജോഡി കാളയെ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് പോയി അവയെ ഒന്ന് തെളിച്ചു നോക്കണം, ദയവായി എന്നെ ഒഴിവാക്കുക. രണ്ടാമത്തെ ആളിന്റെ മറുപടിയാണ് ഈ വാക്കുകൾ. ജോലിയുടെ വിജയത്തിനും സമയലാഭത്തിനും സഹായകരമായ വിധത്തിൽ സാങ്കേതിക മാർഗങ്ങൾ കണ്ടുപിടിക്കുന്ന സംരംഭത്തിലാണ് അയാൾ. ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിന്റെ വിജയത്തിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. മുമ്പ് കാളയെ തെളിച്ചു നോക്കുന്നു, ഇന്ന് പകരം ട്രാക്ടർ ഉപയോഗിക്കുന്നു. മുമ്പ് മൃഗശക്തി പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഇന്ന് മനുഷ്യൻ അണുശക്തി പ്രയോജനപ്പെടുത്തുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗതയും വൈദഗ്ധ്യവും ഇന്ന് സാധ്യമാക്കിയിരിക്കുന്നു. ആധുനിക മനുഷ്യൻ അവന്റെ അത്ഭുതങ്ങളായ കണ്ടുപിടുത്തങ്ങളിലും യന്ത്ര സംവിധാനങ്ങളിലും മതിമയങ്ങി സ്വയം സംതൃപ്തനായി നിലകൊള്ളുകയാണ്. ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നു. ദൈവത്തെ അവൻ നിഷേധിക്കുന്നു. അവിടുത്തെ വിളിയെ നിരസിച്ചിട്ട് നാം പോയാൽ ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളത് മറന്നു പോകരുത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഇത് മൂന്നാമൻ പറയുന്ന വാക്കുകളാണ്. വിവാഹം ചെയ്യുന്നത് തെറ്റാണെന്ന് ക്രിസ്തുമതം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ദൈവം സ്ഥാപിച്ച കൂദാശയാണ് വിവാഹം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം അതിന് തക്ക തുണയായി ഒരാളിനെ നൽകി. വിവാഹത്തെ എല്ലാവരും മാനിക്കണം. ഭാര്യാഭർത്തൃബന്ധം നിർമ്മലമായിരിക്കണം.
ക്രിസ്തുവും സഭയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ സാമ്യപ്പെടുത്തുവാൻ പൗലോസ്ലീഹ കണ്ട ദൃഷ്ടാന്തം ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധമാണ്. അതത്രയ്ക്ക് ദിവ്യവും പരിശുദ്ധവുമാണ്. പൗലോസ്ലീഹ ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി പറയുന്നത് ശ്രദ്ധേയമാണ്. 1 കൊരിന്ത്യർ 7:3 പറയുന്നുണ്ട്, പുരുഷൻ തന്റെ ഭാര്യയോടും സ്ത്രീ തന്റെ ഭർത്താവിനോടും ദാമ്പത്യധർമ്മം നിർവഹിക്കണം. ഈ വിധമാണ് കാര്യമെങ്കിൽ മൂന്നാമത്തെ മനുഷ്യന്റെ കുറ്റം എന്താണ്? അയാളുടെ മറുപടിയിൽ തന്നെ മര്യാദക്കേട് കാണുന്നുണ്ട്. മറ്റ് രണ്ടുപേരും ദയവായി ക്ഷമിക്കണം, എനിക്ക് വരാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ മൂന്നാമൻ പറയുന്നത് വളരെ കർശനമായിട്ടാണ്, എനിക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ദൈവരാജ്യത്തെക്കാൾ അധികം ഇയാൾ ഇഷ്ടപ്പെടുന്നത് ലൗകിക സുഖങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ പവിത്രമാണ്, അതൊരിക്കലും അവഗണിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായ കുടുംബ ജീവിതത്തിന് നാം പോകരുത്. കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ പറുദീസ എന്നാണ്. ഭൂമിയിലെ പറുദീസയാണ് കുടുംബം. കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും സങ്കല്പവും അത്രമാത്രം ഉദാത്തമാണ്. ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ കീഴിൽ സ്നേഹവും ശാന്തിയും സമാധാനവും അതിൽ നിലനിൽക്കുന്നു. ആനന്ദവും ആത്മസംതൃപ്തിയും അതിൽ വ്യാപരിക്കുന്നു. ഇവയാണല്ലോ പറുദീസായുടെ അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ അനുഭവം എന്താണ്? സംഘർഷം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷം, ശിഥിലമാകുന്ന ബന്ധങ്ങൾ, ഉപഭോഗ സംസ്കാരത്തിന്റെ പ്രതിഫലനം എന്നിവയാണ്. പല കുടുംബങ്ങളും ഇന്ന് നരകതുല്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൽ കുടുംബം എന്ന വാക്ക് തന്നെ അപ്രസക്തമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 50% വിവാഹങ്ങൾ വിവാഹ മോചനത്തിൽ കലാശിക്കുന്നു. അവിടെ വളരുന്ന കുഞ്ഞുങ്ങളിൽ 50%-ലധികം പേർക്കും മാതാവോ പിതാവോ ഒരാൾ മാത്രമേ സംരക്ഷണത്തിനുള്ളൂ. ശിഥിലമായ കുടുംബങ്ങളിലാണ് അവർ വളരുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ തെറ്റായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹമോചന സംരംഭങ്ങൾ ഇന്ന് വിരളമായ ഒന്നല്ല. തകരുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ആത്മീക മൂല്യങ്ങൾ ഇന്ന് വിസ്മരിക്കപ്പെടുകയാണ്. ഭവനങ്ങൾ ലോഡ്ജുകളുടെ നിലവാരത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുസ്ഥിതിക്ക് പരിഹാരം വരുത്തിയില്ലെങ്കിൽ കുടുംബങ്ങൾ താറുമാറായി പോകും. പ്രസിദ്ധ ചിന്തകനും ഉജ്ജ്വലവാഗ്മിയുമായിരുന്ന ബിഷപ്പ് ഫുൾട്ടൺ പറയുന്നത്, ദ ഫൗണ്ടേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് ഫാമിലി. ദ ഫൗണ്ടേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് ഫാമിലി. സമൂഹത്തിൻ്റെ അടിത്തറ കുടുംബമാണ് എന്ന്. പല കാര്യത്തിലും നമുക്ക് അഭിമാനിക്കുവാനായിട്ടുണ്ട്, അതുപോലെ തന്നെ സന്തോഷിക്കുവാനുമുണ്ട്. വിദ്യാഭ്യാസത്തിൽ നാം മുൻപന്തിയിലാണ്. സാംസ്കാരിക പുരോഗതി നമുക്കുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും നാം നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ശാശ്വതമാണോ? സംഘർഷങ്ങൾ ഏറി വരുന്നില്ലേ? കുടുംബ ബന്ധങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ?
വിവാഹമോചനം തേടി സഭാമേലധ്യക്ഷന്മാരെയും അവരുടെ ഉപദേശ സമിതികളെ സമീപിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു. കുടുംബം സ്വർഗത്തിന്റെ ചെറിയ പതിപ്പാണ്. എന്നാൽ കുടുംബം സ്വർഗത്തിന്റെ പതിപ്പാണോ? സംഘർഷങ്ങൾ ഏറി വരുന്ന കുടുംബ ബന്ധങ്ങളിൽ സ്വർഗത്തിന്റെ ചെറിയ പതിപ്പായി കുടുംബത്തെ എങ്ങനെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയും? ക്രിസ്തീയ കുടുംബത്തിൽ യേശു ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ല. കുടുംബ ബന്ധങ്ങളുടെ എല്ലാം രഹസ്യവും അതുപോലെ തന്നെ പരസ്യവുമായ വ്യാപാരങ്ങളിൽ അത് പ്രകടമായാൽ ക്രിസ്തീയ കുടുംബത്തെ ആ അർത്ഥത്തിൽ ദർശിക്കുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തൃത്വത്തിന്റെ ആളത്വങ്ങൾ സ്നേഹം പങ്കിടുന്നത് പോലെ മാതാവും പിതാവും പുത്രനും പുത്രിയും ബന്ധങ്ങളിൽ കലർപ്പില്ലാത്ത സ്നേഹം പങ്കിടുന്ന അവസ്ഥ ഇന്ന് കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ധന്യമായ കുടുംബജീവിതം നയിക്കേണ്ടതിന് കുടുംബമായുള്ള ആരാധന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് മിക്ക കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു. അത് സാമ്പത്തിക ഭദ്രത കൈവരുത്തുന്നുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനുമുള്ള സാഹചര്യങ്ങൾ ലഭിക്കുവാനും ഇടയാകുന്നു. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളും ഉദിക്കുന്നു. ഒന്നാമത്തെ കാര്യം ജോലി തിരക്കാണ്. രാവിലെ ഉണർന്നാൽ കുടുംബ ആരാധനയ്ക്ക് പോലും സമയം കണ്ടെത്താതെ ദിനകൃത്യങ്ങളിൽ മുഴുകുന്നു. വൈകിട്ട് തിരിച്ചെത്തിയാലും തിരക്ക് ആർന്ന അനുഭവമാണ്. കുടുംബാരാധനയുടെ കുറവ് കുടുംബത്തെ മുഴുവനായി ബാധിക്കും. ഞാനും എൻ്റെ ഭവനവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ യോശുവ പ്രവാചകനെ പോലെ എത്ര പേർക്ക് കുടുംബമായി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുവാനും സാധിക്കുന്നുണ്ട്? ഒരു കുടുംബത്തിന്റെ ക്രിസ്തീയത നിലകൊള്ളുന്നത് അതിൻ്റെ ആരാധന അനുഭവത്തിലാണ്. മാത്രമല്ല കുടുംബത്തിന്റെ ഭദ്രതയും കെട്ടുറപ്പും അടിസ്ഥാനപ്പെടുത്തുന്നതും ആരാധനയിൽ തന്നെയാണ്. ആദരണീയമായ വ്യക്തിബന്ധങ്ങൾ കുടുംബത്തിൽ സാധ്യമാകുന്നതും ആരാധനയിൽ നിന്നാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. കുടുംബത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടി കുടുംബ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബം എങ്ങനെയുള്ളതായിരുന്നു? 1 ശമൂവേൽ 1:19 വാക്യത്തിൽ അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ചു. ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അതിരാവിലെ എഴുന്നേറ്റ് കുടുംബം ഒരുമിച്ച് യഹോവയെ നമസ്കരിച്ചു എന്ന് പറയുന്നു. കുടുംബം ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ അനുഗ്രഹത്തിനും കാരണമാകുന്നു. The family that prays together stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും. ഭവനങ്ങളിലെ വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിനും നിലനിൽക്കുന്നതിനും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്, വിലയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. വ്യക്തിബന്ധങ്ങളുടെ ശൃംഖലയാണ് കുടുംബം. കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരു വീടിനെ കുടുംബമാക്കുന്നത് മാതാപിതാക്കൾ പരസ്പരവും മക്കളും മാതാപിതാക്കളും മക്കൾ പരസ്പരവുമുള്ള സ്നേഹബന്ധമാണ്. ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉളവാകുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. എളിമയോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കായി
നീ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയേണ്ട ഭാവം എന്ന് പറയുന്നത് എളിമയാണ്. മഹാപരിശുദ്ധനായ ദൈവതിരുവൻപിൽ നാം കുറവുള്ളവരും നിസ്സാരരുമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നിൽക്കുവാനായിട്ട്. അബ്രഹാം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിന്റെ 27 വാക്യം, പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ എന്നാണ്. ചുങ്കക്കാരൻ ദേവാലയത്തിൽ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ചിന്തകളെ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് ചിന്തകളെ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഓരോ ഭവനത്തിലും ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ക്ഷണം നിരസിച്ചവരെ നാം ഇന്ന് കണ്ടു. അതിന് പ്രോത്സാഹിപ്പിച്ച സാഹചര്യങ്ങളെയും നാം മനസ്സിലാക്കി. അവരുടെ പരാജയം നമുക്ക് ഉണ്ടാകാതിരിക്കാനായി നാം ജാഗ്രത പുലർത്തണം. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് അവൻ്റെ രാജ്യത്തിലെ വിരുന്നിൽ സന്തോഷിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസ്മരിക്കുന്നു.